പ്രണയിനി ഭാഗം 3. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആരു എണീറ്റത് കീർത്തുവിൻ്റെ നിർത്താതെയുള്ള വിളി കേട്ടുകൊണ്ടാണ്. തലേന്ന് രാത്രി നേരം വെളുക്കാനായപ്പോൾ എപ്പോഴോ ആണ് അവൾ ഒന്ന് ഉറങ്ങിയത് തന്നെ. ആരു, എണീറ്റില്ലേ, റെഡിയായില്ലേ എന്ന് ചോദിച്ച് നിന്റെ ഏട്ടൻ ഒരു 100 കോളെങ്കിലും ചെയ്തു കാണും. ഇനിയും അങ്ങേരുടെ വായിൽ നിന്ന് ഒന്നും കേൾക്കാൻ എനിക്ക് വയ്യടി പെണ്ണേ. തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്ന കീർത്തുവിനെ ആരു ഒന്ന് നോക്കി. കീർത്തു, ഏട്ടൻ എവിടെ പോയി? ആരു അതും ചോദിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റിരുന്നു. അത് കമ്പനിയിൽ നിന്ന് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് രാവിലെ പോയതാടാ. നിന്നെ സേഫായി അവിടെ എത്തിച്ചിട്ടേ എന്നോട് അങ്ങേക്ക് പോകാവൂ എന്ന് പറഞ്ഞ് പോയതാ. എനിക്കും ലേറ്റായി മോളെ, അതുകൊണ്ട് സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല. വേഗം ഒരുങ്ങിക്കോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ കീർത്തു മുറിക്ക് പുറത്തേക്ക് നടന്നു പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്ന ആരു പിന്നീട് ഫ്രഷ് ആവാനായി കയറി. ഫ്രഷായി കഴിഞ്ഞ ശേഷം എന്തുടുക്കണമെന്ന് ചിന്തിച്ച് നിന്ന ആരു പിന്നെ ആദ്യ ദിവസമായതിനാൽ സാരി ഉടുത്തു പോകാമെന്ന് വിചാരിച്ചു. കറുപ്പ് കളറിൽ സ്വർണ്ണക്കരയുള്ള ഒരു സാരിയായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ സ്വർണത്തിൻ്റെ നേരിയൊരു ചെയിനും ഇരു കൈയിലും കറുപ്പ് കളറിലുള്ള കുപ്പിവളകളും അണിഞ്ഞ് നെറ്റിയിൽ ഒരു കുഞ്ഞു കറുപ്പ് പൊട്ടും വെച്ച് പിരിച്ചിട്ട മുടി ഒട്ടാകെ പിന്നിലേക്ക് മടഞ്ഞിട്ടുകൊണ്ട് ഡോർ തുറന്ന് അവൾ പതിയെ ഹാളിലേക്ക് നടന്നു. ഇതേസമയം ഹാളിലെ ടേബിളിലിരുന്ന് പുട്ടും ബീഫ് കറിയും വെട്ടി വിഴുങ്ങുകയായിരുന്ന കീർത്തു ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായി നടന്നു വരുന്ന ആരുവിനെ കണ്ണിമ വെട്ടാതെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി. അപ്പോഴേക്കും ആരു അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചെയർ വലിച്ചിട്ടിരുന്നു. എൻ്റെ പൊന്നാരു, നീ ഇത്രയും സുന്ദരിയായത് എങ്ങനെയാടി? സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തന്നെ നിന്നെ കണ്ടിട്ടൊന്ന് പ്രേമിക്കാൻ തോന്നുന്നു. നാണത്തോടെ നഖം കടിച്ചുകൊണ്ട് പറയുന്നവളെ ആരു അന്തം വിട്ടുകൊണ്ട് നോക്കി. നീ എന്താ കീർത്തു പറയുന്നേ? മിണ്ടാതെ ഇരിക്കേ. പതർച്ചയോടെയുള്ള ആരുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കീർത്തു ഒന്ന് പൊട്ടിച്ചിരിച്ചു. കൂടെ പതിഞ്ഞ സ്വരത്തിൽ ആരുവും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം കീർത്തുവിൻ്റെ സ്കൂട്ടിക്ക് പിറകിൽ പോകുമ്പോൾ ആദ്യമായി സ്കൂളിൽ പോകുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ എല്ലാ പേടിയും വെപ്രാളവും ടെൻഷനുമൊക്കെ ആരുവിലുണ്ടായിരുന്നു. തലയെടുപ്പോടെ നീണ്ടു നിവർന്നു കിടക്കുന്ന എസ്റ്റേ കമ്പനിയുടെ മുമ്പിൽ വണ്ടി നിർത്തിക്കൊണ്ട് അതിൽ നിന്നിറങ്ങി നടക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഭയത്തോടെ അതിലുപരി വെപ്രാളത്തോടെ ആരുവിൻ്റെ കൈകൾ കീർത്തുവിൻ്റെ കയ്യിൽ പതിഞ്ഞിരുന്നു. ഹോ എൻ്റെ ആരു, നീ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്? ഇവിടെ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. സാമുവൽ സാർ നിന്നെ നന്നായി കെയർ ചെയ്യുമെന്ന് ഇന്നലെ അപ്പുവേട്ടൻ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? നീ വന്നേ. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അതും പറഞ്ഞുകൊണ്ട് ആരുനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ കീർത്തുവിൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, തൻ്റെ കൂട്ടുകാരിക്ക് വിഷമം വരുന്ന ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവരുതേ എന്ന്. കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം മുന്നിലെ റിസപ്ഷനിൽ ചെന്ന് കീർത്തു സാമുവൽ സാറിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം മീറ്റിംഗ് ഹാളിലുണ്ട്, ആരാധ്യ വന്നാൽ അവിടേക്ക് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന് അവിടെയുള്ള ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ കീർത്തു അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മീറ്റിംഗ് ഹാൾ ലക്ഷ്യമാക്കി നടന്നു. എക്സ്ക്യൂസ് മീ മാഡം. അവർ അകത്തേക്ക് പോകാൻ ഒരുങ്ങവേ ആ പെൺകുട്ടി വീണ്ടും വിളിക്കുന്നത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. നിങ്ങൾ രണ്ടുപേർക്കും അകത്തേക്ക് പ്രവേശിക്കാനാവില്ല മാഡം, സോ ആരാധ്യ പോയി വരട്ടെ. ആ പെൺകുട്ടി അതും പറഞ്ഞ് അവിടെ നിന്ന് പോയപ്പോൾ ആരു ദയനീയമായി കീർത്തുവിനെ നോക്കി. അപ്പോൾ അവളുടെ നോട്ടം കണ്ടപ്പോൾ കീർത്തുവും ആകെ വല്ലാതായി. എങ്കിലും ഇപ്പോൾ താൻ ധൈര്യം നൽകിയില്ല എങ്കിൽ ആരു ഇവിടെ നിന്നും അനങ്ങില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ ആരുവിനെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണ് ചിമ്മി. കീർത്തു വാ, നമുക്ക് പോകാം. ഞാൻ തനിച്ചു പോകില്ല. വിറച്ചുകൊണ്ട് അതും പറഞ്ഞ് തിരിഞ്ഞ ആരുവിനെ കീർത്തു അവിടെ തന്നെ പിടിച്ചു നിർത്തി. നീ ഇതെന്ത് പൊട്ടത്തരമാ കാണിക്കുന്ന ആരു? ഒന്ന് അവിടെ പോയി ജോയിൻ ചെയ്ത് വരാനാണോ വലിയ പാട്? പിന്നെ ഞാൻ ദേ ഇവിടെ തന്നെ ഉണ്ടാവുകയുമില്ലേ? എന്നിട്ടും എന്തിനാ നീ പേടിക്കുന്നേ? കീർത്തു അത് പറഞ്ഞിട്ട് പോലും ആരുവിൻ്റെ ടെൻഷൻ കുറയുന്നില്ലായിരുന്നു. എന്നാലും കീർത്തു, ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് പേടിയാണ്. ദേ പെണ്ണെ, ഇവിടെ നിന്ന് താളം തുള്ളാതെ വേഗം പോകാൻ നോക്ക്. എനിക്ക് കമ്പനിയിൽ പോകാൻ നേരമായി. ചെല്ല്. ഗൗരവത്തോടെ കീർത്തു പറഞ്ഞപ്പോൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് കണ്ട ആരു പതിയെ ഡോർ തുറന്ന് കീർത്തുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. അപ്പോൾ ആരു അകത്ത് കയറിയപ്പോൾ കീർത്തു ഫോൺ എടുത്ത് അപ്പുവേട്ടൻ എന്ന നമ്പറിലേക്ക് എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഇതേസമയം ആ വലിയ മുറിയുടെ ഉള്ളിലെ അങ്ങേയറ്റത്തുള്ള ഓഫീസ് റൂമിലേക്ക് നടക്കുകയാണ് ആരു. അവിടെ നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദത അവളിൽ ഭയത്തിൻ്റെ വിത്ത് പാകിയെങ്കിലും എങ്ങനെയൊക്കെയോ അവൾ അവിടെ ലക്ഷ്യമാക്കി നടന്നു. പതിയെ ഓഫീസ് മുറിയുടെ പുറത്ത് നിന്നുകൊണ്ട് അവൾ ഒന്ന് ദീർഘനിശ്വാസം എടുത്ത് ഡോറിൽ ഒന്ന് നോക്ക് ചെയ്തു. എങ്കിലും അകത്തു നിന്നും ഒരു പ്രതികരണവുമില്ലെന്ന് കണ്ട അവൾ സംശയത്തോടെ ഒരു നിമിഷം അങ്ങനെ നിന്നു. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു. എങ്കിലും അകത്തു നിന്ന് അനക്കമൊന്നും കേൾക്കാതെ വന്നതും അവൾ പതിയെ ഡോർ ഹാൻഡിലിൽ പിടിച്ച് തുറന്നു നോക്കി. ഡോർ തുറന്ന് പതിയെ അകത്തേക്ക് കാലെടുത്ത് വെച്ച ആരു ഒരു നിമിഷം അനങ്ങാനാവാതെ മുന്നിലുള്ള കാഴ്ചയിൽ തരിച്ചു നിന്നു.
സാമുവൽ ജോർജ് എന്ന് എഴുതിയ നെയിം പ്ലേറ്റിന് പിറകിലുള്ള കസേരയിൽ കറുപ്പ് ഷർട്ടും അതേ കളറിലുള്ള ജീനും അണിഞ്ഞ് ഒരു കൈയിൽ സിഗരറ്റും മറുകൈയിൽ വോഡ്കയും പിടിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തെ കണ്ണും തള്ളിക്കൊണ്ട് അവൾ നോക്കി നിന്നു പോയി. അലസമായി ഇട്ടിരിക്കുന്ന കറുപ്പ് ഷർട്ടിനിടയിൽ രോമക്കാടിനുള്ളിൽ തെളിഞ്ഞു കാണുന്ന കുരിശുമാലയും നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടിയിഴകളും അതിൻ്റെ താഴെ ചുവന്നു കലങ്ങിയ ബ്രൗൺ കണ്ണുകളോടെയുള്ള അവൻ്റെ നോട്ടം കൂടെ കണ്ട അവൾ ഭയത്തോടെ ഡോറിലേക്കൊന്ന് ചാരി നിന്നു പോയി. ഹൂ ആർ യു? വളരെ പരുക്കനായ അവൻ്റെ സ്വരം കള്ളിൻ്റെ എഫക്റ്റിനാൽ കുഴഞ്ഞ പോലെ തോന്നി. എന്നാൽ ഇതേസമയം അവൻ്റെ ചോദ്യം കേട്ടിട്ടും ഒന്നും മിണ്ടാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ആരു. അപ്പോളായിരുന്നു അവനും അവളെ ഒട്ടാകെ ഒന്ന് നോക്കിയത്. അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൻ സീറ്റിൽ നേരെ ഇരുന്നു കൊണ്ട് ആരുവിനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ആ കറുപ്പ് സാരിയിൽ കത്തിജ്വലിക്കുന്ന അവളുടെ സൗന്ദര്യത്തെ അവൻ ഒന്ന് നോക്കി. നേർമയോടെയുള്ള പുരികക്കൊടിയും അതിന് താഴെ കൺമഷി പോലും ഇടാതെ നാലു ഭാഗത്തേക്കും വെപ്രാളത്തോടെ ചലിക്കുന്ന കുഞ്ഞുമിഴികളും കൂടെ കൊച്ചുകുട്ടികളുടെ എന്ന പോലെയുള്ള തുടുത്ത കവിളും വിറയ്ക്കുന്ന ചോരച്ചുണ്ടുകളും അവൻ ഒരു നിമിഷം നോക്കി നിന്നു പോയി. അത് പിന്നെ ഞാൻ സാമുവൽ സാർ കാണാൻ പിന്നെ പി.എ. നിനക്കെന്താടി വിക്കുണ്ടോ? വിക്കി വിറച്ചുകൊണ്ട് പറയുന്നവളെ അവൻ കൂർപ്പിച്ചു നോക്കി. അപ്പോൾ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ നിഷേധത്തോടെ തലയാട്ടി. പിന്നെ കയ്യിലെ ഫയലിൽ മുറുകെ പിടിച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു. അത് കണ്ടപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റ ശേഷം അവൾക്കരികിലേക്ക് നടന്നു. അവൻ തനിക്കരികിൽ വരുന്നത് കണ്ട ആരു പേടിയോടെ പിറകിലേക്ക് നീങ്ങിക്കൊണ്ട് ഡോറിലേക്ക് ചാരി നിന്നുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചോദിച്ചത് കേട്ടില്ലേ? നീ ആരാ? എന്തിനെവിടേക്ക് വന്നത്? നിന്നെ വിൽക്കാതെ കാര്യം പറയുന്നുണ്ടോ? ഇത്തിരി ദേഷ്യത്തിൽ അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഭയത്തോടെ അവൾ അവനെ നോക്കി വിതുമ്പാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടതും അവൻ അവളെ മിഴിച്ചു നോക്കി. എടി നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്തിനാ വന്നത് എന്നല്ലേ ചോദിച്ചുള്ളൂ. ഇങ്ങ് വാ, ചോദിക്കട്ടെ. ചെറുതായി ഒന്ന് ആടിക്കൊണ്ട് അവൻ അതും പറഞ്ഞ് ആരുവിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ചെയറിനരികിലേക്ക് നടന്നപ്പോൾ ഇരുവരുടെയും ഹൃദയമിടിപ്പ് ഒന്ന് ഉയരുകയും പിന്നെ അത് ശാന്തമായി മിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വാ, ഇവിടെ ഇരിക്ക്, ചോദിക്കട്ടെ. കള്ളിൻ്റെ എഫക്റ്റിൽ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നേരെ ഇരുത്തിയത് അവൻ്റെ മടിയിലേക്കായിരുന്നു. സാരിക്കിടയിൽ കാണുന്ന അവളുടെ വയറിലേക്ക് കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നവനെ അപ്പോൾ ആ നിമിഷം വിതുമ്പാൻ പോലും മറന്നുകൊണ്ട് ആരു നോക്കിയിരുന്നു പോയി. ഇതേസമയം ഏറെ നേരമായിട്ടും ആരുവിനെ കാണാതെ വന്നപ്പോൾ ഒന്ന് അകത്തേക്ക് ചെന്നാലോ എന്നാലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് കീർത്തു. കുറച്ചു മുന്നേ അപ്പു വിളിച്ചപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് വരണ്ട, തൽക്കാലം ആരുവിനെയും കൊണ്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി വേഗം റൂമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞതനുസരിച്ച് സന്തോഷത്തോടെ ആരുവിനെയും നോക്കിയിരിക്കുകയായിരുന്നു കീർത്തു. ഫോണിൽ അപ്പുവിന് എന്തോ മെസ്സേജ് അയച്ച് തല ഉയർത്തി നോക്കിയ കീർത്തു മുന്നിൽ ചിരിയോടെ തനിക്ക് നേരെ നടന്നു വരുന്ന സാമുവൽ സാറിനെ കണ്ടപ്പോൾ പകച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയി. സാർ ഇവിടെ? അപ്പോൾ അകത്ത് ആരുടെ അടുത്താ? ഇത്രയും നേരം അവൾ അവിടെ എന്ത് ചെയ്യുക? കീർത്തു മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം സാമുവലിൻ്റെ അടുത്തേക്ക് ചെന്നു. ആഹാ, ഇതാര് കീർത്തുമോളോ? എന്തൊക്കെയാ വിശേഷം കുഞ്ഞേ? അല്ല, എവിടെ അർണവിൻ്റെ സിസ്റ്റർ? അവളെ കണ്ടപ്പോൾ അദ്ദേഹം ചിരിയോടെ ചോദിച്ചു. അത് പിന്നെ സാർ അകത്തുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് ആരാധ്യ നേരത്തെ അകത്തേക്ക് പോയിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. വെപ്രാളത്തോടെ പറയുന്നവളെ അദ്ദേഹം നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി. അകത്തേക്ക് പോയി എന്നോ? അതിന് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. അർജൻറ്റായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അകത്ത്? എൻ്റെ ഈശോയെ, അകത്ത് എഡ്ഡി ഉണ്ടാകും. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പാഞ്ഞു പോകുന്ന സാമുവലിനെ ഒന്ന് നോക്കിക്കൊണ്ട് കീർത്തവും അയാൾക്കൊപ്പം അകത്തേക്കോടി. കിതപ്പോടെ തൻ്റെ റൂം തുറന്ന് അകത്തേക്കോടി കയറിയ സാമുവലും അദ്ദേഹത്തിൻ്റെ പിന്നാലെ അകത്തേക്കോടി വന്ന കീർത്തവും മുന്നിലുള്ള കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ആകെ മരവിച്ചു നിൽക്കുന്ന ആരുവിനെ ബലമായി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്ത് കണ്ണുകൾ അടച്ച് ചെയറിലേക്ക് ചാരിയിരിക്കുന്ന എഡ്വിയെ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ അവർ പരസ്പരം നോക്കി നിന്നുപോയി. അതിനേക്കാൾ പരിതാപകരമായിരുന്നു ആരുവിൻ്റെ അവസ്ഥ. പതിയെ അവനിൽ നിന്നും അടർന്നു മാറാൻ നോക്കുമ്പോഴേക്കും കണ്ണുകൾ തുറക്കാതെ തന്നെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കും. ഡാ എഡ്വി! പെട്ടെന്ന് ദേഷ്യത്തിലുള്ള സാമുവലിൻ്റെ വിളി കേട്ടപ്പോൾ എഡ്ഡിയും ആരുവും ഞെട്ടിക്കൊണ്ട് വാതിലിനടുത്തേക്ക് നോക്കി. ഹായ് ഡാഡി, ഞാൻ ദേ ഈ ബൊമ്മക്കുട്ടിയെ ഉറക്കാൻ നോക്കുമായിരുന്നു. കണ്ടില്ലേ, പേടിച്ച് ഒരു വിധമായി പെണ്ണ്. പക്ഷെ നല്ല രസം കാണാൻ. ശരിക്കും ഇവളെ കടിച്ച് തിന്നാൻ തോന്നുവാ ഡാഡി. കുഴഞ്ഞ നാക്കോടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ചെക്കൻ നല്ല ഫിറ്റിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കീർത്തു ആണെങ്കിൽ ആകെ കിളിപോയ പോലെ അവരെ 3 പേരെയും മാറി മാറി നോക്കി നിൽപ്പാണ്.
ഇതേസമയം അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവനെ ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അദ്ദേഹം ആരുവിനെ നോക്കിയപ്പോൾ ഭയത്തോടെ തല താഴ്ത്തിക്കൊണ്ടവൾ അവൻ്റെ മടിയിൽ നിന്നും വേഗത്തിൽ എഴുന്നേറ്റ് ഡോറിനരികെ നിൽക്കുന്ന കീർത്തുവിനെ പോയി കെട്ടിപ്പിടിച്ചു. ഹേയ് ബൊമ്മക്കുട്ടി, ഇങ്ങ് വാ, നീ എന്നെ കെട്ടിപ്പിടിച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ട് എഡ്വി ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ട ആരു ഒന്നും നോക്കാതെ വിറച്ചുകൊണ്ട് കീർത്തുവിൽ നിന്ന് അകന്നു മാറി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഓടി. ഒരു നിമിഷം അവൾ പോണത് നോക്കി അവർ 3 പേരും അങ്ങനെ തന്നെ നിന്നു.